ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിളച്ചന് ഭൗതിക സാന്നിധ്യത്തിലുള്ള അവസാന ബലി നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞു. ഈ അർപ്പണത്തിന് പ്രതിഫലം വെച്ചെടുക്കുന്ന നിത്യസഭ സൂചിപ്പിക്കുന്ന തിരുക്രമങ്ങളാണ് ഈ അവസാന ഭാഗത്തുള്ളത്. നമുക്ക് പ്രത്യേകമായിട്ട് മൈക്കിളച്ചനെ ഓർക്കുകയും വ്യക്തിപരമായിട്ട് മൈക്കിളച്ചനുമായിട്ട് എനിക്ക് സെമിനാരി പഠിക്കുന്ന കാലത്ത് തുടങ്ങി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഫിലോസഫി കഴിഞ്ഞ് അഭിയഞ്ഞ വെള്ളപ്പള്ളി പിതാവിൻ്റെ പ്രത്യേകമായ പരിഗണനയിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അന്ന് നമുക്കുണ്ടായിരുന്ന മലബാർ കോളേജിലേക്ക് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു മൈക്കിളച്ചന്. നിർഭാഗ്യവശാൽ ആ ബാച്ചോട് വന്നപ്പോഴേക്കും മലബാർ കോളേജ് അടയ്ക്കേണ്ട ഒരു ഗതികേടുമുണ്ടായി. അതുകൊണ്ട് മൈക്കിളച്ചനെ പ്രൊപ്പഗാൻഡ കോളേജിലെ ആ ബാച്ച് ചെയ്യുണ്ടായി. അന്ന് ഒരു നവവൈദികൻ എന്ന നിലയ്ക്ക് ഞാൻ റോമിനുണ്ടായിരുന്നു. അതുതന്നെ നമ്മുടെ കൊല്ലക്കമ്പലസിലും ഒക്കെ ഉണ്ടായിരുന്ന അവസരമാണ്. അവിടെ പ്രൊപ്പഗാൻഡ യുർബാനിയനിലെ ലൈസൻസേഷൻ കഴിഞ്ഞ ശേഷമാണ് മൈക്കിളച്ചന് ബൈബിളിക്കും പോയി ബൈബിൾ ലോക്ക് എടുക്കുകയും അത് പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തത്. അന്നത്തെ കാലത്ത് ഇന്ന് നമുക്കുള്ള പോലെയുള്ള ഡോക്ടർമാരോ വലിയൊന്നും ഇല്ലാത്ത കാലത്താണ്. അന്ന് നമ്മുടെ പ്രിയപ്പെട്ട വെള്ളപ്പള്ളി പിതാവിന് ഈ ബൈബിളിലും മറ്റുള്ളതെല്ലാം അവഗാഹം കിട്ടിയിട്ടുണ്ടാകുന്നുള്ള ആ വ്യക്തിമായ താല്പര്യമനുസരിച്ചാണ് പഠിത്തത്തിനായിരുന്ന മൈക്കിളച്ചനെ റോമിലേക്ക് വിട്ടത്. പിതാവിൻ്റെ പ്രതീക്ഷ പൂർത്തിയാക്കിക്കൊണ്ട് പുത്രൻ താരതമ്യത്താൻ പറ്റാത്ത വിധത്തിൽ ബൈബിളിൽ അവഗാഹം നേടുകയും ആ ബൈബിൾ പഠിപ്പിക്കുന്നതിനും ജീവിക്കുന്നതിനും വേണ്ടിയിട്ട് മൈക്കിളച്ചൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു എന്ന് ഇന്നുമില്ല, ചരിത്രത്തിലുമെല്ലാം നമുക്കുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല. അവരുടെ വ്യക്തിപരമായിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിച്ചിരുന്ന വ്യക്തിയിലേക്ക് ഈ വലിയ ദൈവത്തിൻ്റെ അനുഭവത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. തലശ്ശേരി രൂപതയിൽ തിരിച്ചു വന്ന ശേഷം ആദ്യമായിട്ട് ചെമ്മേരിയിലെ അസിസ്റ്റൻ്റായ ശേഷം തലശ്ശേരിയിലെ ബൈബിൾ അപ്പോസ്തലൻ്റെ ഡയറക്ടറായിട്ടാണ് മൈക്കിളച്ചൻ നിയമിക്കപ്പെടുന്നത്. അതുവരെ കുറച്ചൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും മൈക്കിളച്ചൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ബൈബിൾ അപ്പോസ്തലൻ്റെ വലിയ ഇന്നത്തെ നിലവിലുള്ള വലിയ ഉയർത്തേക്ക് വരാൻ സാധിച്ചത്. ബൈബിളച്ചൻ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള ബൈബിൾ ഇടവകളിൽ പോവുകയും ബൈബിളിൽ ഞങ്ങളെ സ്തുതിക്കുകയും ചെയ്തു. പ്രവർത്തനം മാത്രം പോരാ, വാക്കുകൾ മാത്രം പോരാ, ദൃശ്യമായിട്ടുള്ള മാധ്യമവും വേണമെന്നുള്ളതുകൊണ്ട് അന്ന് സമ്മതിതമായിരിക്കുന്ന സെൻറ്റ് പോൾസ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന ഒരു വഞ്ചേലോസ് സെൻ മത്തേവോ എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു ഒരു 6 സിനിമ ഫിലിം ഉണ്ടായിരുന്നു. അതും അതിനോടം ഇതിൻ്റെ പ്രാർത്ഥന മനസ്സിലാക്കിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിച്ച ജീസസ് ഓഫ് നസറത്ത് എന്നുള്ള മനോഹരമായിട്ട് കണ്ടൊക്കെ മൈക്കിളച്ചന് തലശ്ശേരി രൂപതയിലെ എല്ലാ അടവുകളിലും പോവുകയും പ്രഘോഷത്തോടു കൂടി തന്നെ ദശമങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിന് ആരംഭിച്ചു. അതിനുശേഷമാണ് എല്ലാവർക്കും ഇന്ന് ഇതിക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ലാണ് ബൈബിൾ ചിത്രകഥ. എൻ്റെ കാര്യമെല്ലാം എൻ്റെ അനുസരിച്ചാണ് ഞാൻ തുടങ്ങുന്നില്ല. അതിനുശേഷമുള്ള മറ്റു എല്ലാ കാര്യത്തിലും ലിബീനിലുള്ള കോളേജിലെയും മാതാപാലുള്ള പ്രൊഫസർ നിലയ്ക്കും എല്ലാം മൈക്കിളച്ചൻ ധാരാളമായിട്ട് പ്രസംഗം ചെയ്യും. ഈ മാത്രമല്ല ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സംതൃപ്തമാണ്. ഇതൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് ഉപമിക്കാൻ വരാത്ത വിധത്തിലുള്ള ഒരു തൃക്കത്തെ പുറയുമാണ്, ദൈവത്തിൻ്റെ ദാനമാണ് മൈക്കിളച്ചന് എന്ന് സാക്ഷ്യം വയ്ക്കുന്നതിന് വ്യക്തിപരമായിട്ട് ആദ്യം ബന്ധമെന്ന നിലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആശ്രയിക്കുകയാണ്. ഓരോരുത്തർക്കും പറയാൻ അവകാശമില്ലാത്തതാണ്. മൈക്കിളച്ചന് പഠിത്തം മിടുക്കനാണ്. ഞാൻ പഠിക്കുന്ന അവസരത്തിൽ പോലും എന്നെയും മൈക്കിളച്ചനെ ആ പഠനകാലത്ത് തന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ മൈക്കിളിനെ പറ്റി പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്, മൈക്കിളച്ചന് ഒത്തിരി അറിവുള്ളതാണ്, കഴിവുള്ളതാണ്. ഒരു വ്യക്തികൾ എന്നെത്താരും കൂടുതൽ വലിയ കഴിവുള്ളവരാണ്. എന്നാൽ പോലും എന്തെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നില്ല. ഏതൊരു അവസരമെങ്കിലും മൈക്കിളച്ചന് അനുവാദം കൂടാതെ, വിവാഹത്തിന് അനുവാദം കൂടാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പ്രയാസമുള്ള കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും
മൈക്കിൾസത്തിൽ യാതൊരു ഒരു മടിയും കൂടാതെ അനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ ദീപ്തിയുടെ പുരോഹിത്യത്തിൻ്റെ ഈശോയുടെ ആ വലിയ അടിമയുടെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നമ്മന്നത് എൻ്റെ ഇഷ്ടം നിർവഹിക്കാനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടിയാണെന്ന് വെച്ചാൽ ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത ദോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ദൈവത്തിന് ഇഷ്ടമായിട്ട് സമർപ്പിച്ചത് കൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആദ്യത്തെ സൗഭാഗ്യം ലഭിക്കുക. അപ്പോൾ നമുക്ക് അവസാന കാലത്ത് പറഞ്ഞ പോലെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ എല്ലാം പൂർത്തിയാക്കി, എൻ്റെ ജീവിച്ച കാര്യം എന്നെ പൂർത്തിയാക്കി എന്ന് പറയാനായിട്ട് വർക്കിച്ചൻ ദൈവം മൈക്കിൾച്ചനെ അച്ഛൻ കൊടുത്തു. എന്തൊരു വലിയ അനുഗ്രഹം നോക്കിക്കേ. നമ്മളെല്ലാവരും ആഗ്രഹിച്ചല്ലേ നമ്മുടെ ഈ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ എല്ലാം പൂർത്തിയാക്കിയെന്ന്? അപ്രകാരം പൂർത്തിയാക്കിയെന്ന് പറയാനുള്ള ഭാഗ്യവും മൈക്കിൾച്ചന് കിട്ടി. ഇതെല്ലാം നോക്കുമ്പോഴേക്കും മൈക്കിൾച്ചന് നല്ല കാര്യം നിന്ന പ്രത്യേകപ്പെട്ട അനുഗ്രഹമാണ്, കൃപയാണ്. തലശ്ശേരി മൈക്കിൾച്ചന് വലിയൊരു കുറവാണ്. തലശ്ശേരി ഞാൻ സൂചിപ്പിച്ച പോലെ വികസനത്തിന് എവിടെ ചെന്നാലും തലശ്ശേരി അറിയപ്പെടുന്നത് മൈക്കിളച്ചൻ്റെ ആ ജീവിതവും ബൈബിൾ പാണ്ഡിത്യവും ചിത്രകഥകളും ബൈബിളിൻ്റെ കാരണമായിട്ടുള്ളൊരു കാര്യത്തിൽ വ്യത്യസ്തോഷിക്കുന്നുണ്ട്. എല്ലാറ്റിനും ഉപരിയായിട്ട് ഈ വിധത്തിലുള്ള ആ വിധേയത്വം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉള്ള വിധേയത്വം ഒരുപക്ഷെ പ്രയാസമുള്ള കാര്യമാണ് നിർത്തിയതെങ്കിലും മൈക്കിൾച്ചൻ നോക്കുന്നതിന് വേണ്ടി മാതൃകയാണ്. ഞാൻ ദൈവത്തെ ഒത്തിരി സ്നേഹത്തോടെ കടപ്പാടോടെ പൊതുപാഠനത്തിനും വ്യക്തിപരമായിട്ട് ഒരു വൈദികൻ എന്ന നിലയ്ക്കും രൂപതാധ്യക്ഷൻ എന്ന നിലയ്ക്കും മൈക്കിൾച്ചൻ കാണിച്ചുള്ള സ്നേഹത്തിനും ഒക്കെ ഞാൻ നന്ദി പറയുകയും മൈക്കിൾച്ചനെ പ്രത്യേകമായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ അവസാന നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അവസാനത്തെ വാക്യം അതാണ് മൈക്കിൾച്ചൻ അവസാന വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. അവസാന വാക്യമാണല്ലോ, എല്ലാം പൂർത്തിയാക്കി നിൻ്റെ കാര്യങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുന്നു. അതാണ് മൈക്കിൾ പെൻഷനിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ മൈക്കിൾച്ചനെ ആ പുത്രൻ നൽകിയ പിതാവിൻ്റെ വലത്ത് വശത്തുള്ള സ്ഥലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മൈക്കിൾച്ചനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മൈക്കിൾച്ചൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. മൈക്കിൾച്ചൻ്റെ സ്നേഹ കുടുംബാംഗങ്ങളെല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എല്ലാവർക്കും മൈക്കിൾ കാര്യമറ്റും കുടുംബം സർവ്വനീയ സമ്മാനമാണ്. അവരെയും ധാരാളം പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കടപ്പാടോടും അതിയായിട്ട് മൈക്കിൾച്ചനോട് നല്ല ദൈവത്തിനോട് കടപ്പാടിനോടുകൂടി ഈ സമാപന ശുശ്രൂഷയായിട്ട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.